യുവത്വത്തിന്റെ വേറിട്ട പരീക്ഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ടെക് ലോകത്തിന്റെ പുത്തൻ വാർത്തകളുമായി എത്തുന്ന ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യജീവന് വേണ്ടി നെട്ടോട്ടം ഓടുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. എന്നാൽ അവരുടെ ജീവിതത്തെ പറ്റി നമ്മൾ ആരും ചർച്ച ചെയ്യാറില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ ജീവിതത്തെ തന്റെ ഡോക്യുമെന്ററിയിലൂടെ ആവിഷ്കരിക്കുകയാണ് ടെക്നോ പാർക്ക് ജീവനക്കാരനായ ബാബുരാജ്. എൻ്റെ പേര് ബാബുരാജ് അസറിയ. ഞാൻ ആക്ച്വലി ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഫിലിം ചെയ്തു, ഒരു ഡോക്യുമെൻ്ററി ഫിലിം, ദി അൺസങ് ഹീറോസ് എന്നാണ് എൻ്റെ പേര്. ബേസിക്കലി ഇത് ബേസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ റിയൽ ലൈഫാണ്. ഏകദേശം 36 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ളൊരു ഫിലിമാണ്. അത് മേജർലി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും തിയേറ്റേഴ്സ് ഫോക്കസ് ചെയ്തതാണ്. അതിൻ്റെ സ്ക്രീനിങ് ഈ കഴിഞ്ഞ 1-ാം തീയതി ട്രിവാൻഡ്രത്ത് നില തിയേറ്റർ വെച്ച് കഴിഞ്ഞു. ഈ ഡോക്യുമെൻ്ററി ഏകദേശം 1 വർഷത്തോളം ഡ്യൂറേഷൻ എടുത്ത് ചെയ്തതാണ്. അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റോഡിൽ ആംബുലൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറമായിട്ട് എന്താണ് ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ ലൈഫ്, അവരുടെ ലൈഫിലൂടെ ഉള്ളൊരു ജേണി. ഇതിൻ്റെ പേര് തന്നെ ദി അൺസങ് ഹീറോസ് എന്നാണ്. ദി അൺസങ് ഹീറോസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന താരങ്ങൾ. അങ്ങനെയുള്ള താരങ്ങളുടെ ജീവിതം നമ്മൾ റിയലായിട്ട് കാണിക്കുവാണ്. അപ്പോൾ കാണുന്ന നമ്മളാണ് ഇവർ താരങ്ങളാണോ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഡെപ്ത്ത് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്യത്തക്ക ഒരു പ്രൊവിഷനാണ് നമ്മളുടെ ഈ ഫിലിം. 1980 മുതൽ ഞാൻ മെഡിക്കൽ ആംബുലൻസിലാണ്. 17 വർഷം ശിവസേന ആംബുലൻസ്. ഇപ്പോൾ 2 മാസമായുള്ളൂ SNDP വണ്ടിയിൽ വന്നിട്ട്. മൊത്തം 80, 10, 35, 37 കൊല്ലത്തെ സർവീസ്. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തപ്പോൾ ഇതിൻ്റെ ഇത്രയും റിസ്ക് എനിക്ക് ഫോർസീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇവരുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനും പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ അതിൻ്റെ റിസ്ക് മനസ്സിലായി. പക്ഷേ ആ റിസ്കിനോടൊപ്പം തന്നെ നമ്മളൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഇവരുടെ ലൈഫ് ഓരോ ദിവസവും കഴിയും തോറും, അല്ലെങ്കിൽ ഓരോ ദിവസം അറിയും തോറും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഇവരുടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് റിസ്ക് എടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതിന് എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ ക്യാമറമാൻ ജി കൃഷ്ണ എൻ്റെ കൂടെ 1 വർഷം ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഇവരുടെ ഏകദേശം ഇവരിലൊരാളായി നിന്നുകൊണ്ടാണ് ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. പിന്നെ ഇത് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെയാണ്. ഞാനായിട്ട് ഒന്നും പറയാൻ ശ്രമിച്ചിട്ടില്ല. പറഞ്ഞത് ഇവരുടെ റിയൽ ലൈഫ് വെച്ച് ഒരു സിനാരിയോ ബേസ്ഡ് ആക്കിയിട്ട് അത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇവർ തന്നെയാണ്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് എങ്ങനെയാണോ അത് റിയൽ ആയിട്ട് നമ്മൾ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറെ 10-15 പേരെ ജീവനും കൂടെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് കിഡ്നി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇന്നോവയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് 4 മണിക്കൂർ വേണം മിനിമം വണ്ടി അവിടെ എത്താൻ. അതുകൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് എത്തി. എത്രയും നേരത്തെ എത്തിക്കുന്നോ അത്രയും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എസ്പെഷ്യലി എടുത്തു പറയത്തക്ക അനുഭവങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ട്രിവാൻഡ്രത്ത് തന്നെ ഒരു വൃദ്ധസദനത്തിൽ ഒരു അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി അതിലൊരു ഡ്രൈവർ പറയുകയുണ്ടായി. മക്കളെല്ലാം അമേരിക്കയിലാണ്, ഒരു കളക്ടറുണ്ട്, ഇവരുടെ ഒരു ഇളയ മോനെന്ന് പറയുന്ന കളക്ടറാണ്, ആന്ധ്രയിൽ എവിടെയാണ്, അവരിങ്ങനെ പൈസ അയച്ച് തരാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ധൈര്യം തോന്നിക്കൊണ്ടിരിക്കും. അപ്പം അമ്മച്ചി ഒരു വിധം നല്ല ഒരു മുത്തശ്ശി കഥകളിൽ അമ്മച്ചിയെ പോലിരിക്കും, നല്ല രസമുണ്ട്. അമ്മച്ചി ചെന്ന് പെട്ടെന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെന്ന് ഞാനിങ്ങനെ എടുത്ത്, ഞാനും വേറെ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്ന് എടുത്ത് ഇങ്ങനെ കൈ എടുത്തപ്പോണ്ടല്ലോ പിന്നെ ഈ 4 വിരലും കുറുക്കിൽ ഇങ്ങനെ പുത്തകത്ത് കയറിപ്പോയി. അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ കേസ്, ഒരു ആക്സിഡൻറ്റിൽ ഒരു കുഞ്ഞ്, ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് റോഡിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ലാസ്റ്റ് ബാക്കി പേഷ്യൻ്റ് ഇവിടെ എത്തിച്ചിട്ട് ആ കൊച്ചിനെ കൊണ്ട് SIT കൊണ്ടുവന്ന സമയത്ത് അവർ ഇതാരോ കൊച്ച്, അച്ഛൻ്റെ പേര് പറ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ബുദ്ധിമുട്ടി. ലാസ്റ്റ് അവരോട്ട് ഞാൻ ഉടക്കായി. ലാസ്റ്റ് കൊച്ചിനെ ICയിലാക്കി. അന്ന് വൈകുന്നേരം ഒരു രാത്രി നടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ഞാൻ കൊച്ചിനെ അവിടെ നിന്ന് ആരും അന്വേഷിക്കാനോ ഒന്നും വന്നിട്ടില്ല. ആക്ച്വലി 4-5ഓളം സബ്ജക്റ്റ് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സിലോട്ട് എത്തിയത്. ഈ ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ സബ്ജക്റ്റ് അധികം ആരും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞനുസരിച്ച്, അതായത് നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ട്, അതിനപ്പുറം നമുക്ക് അറിയത്തില്ല.
അപ്പം ഇവരുടെ ജീവിതത്തിലൂടെ ഞാൻ മാക്സിമം അറിയാനുള്ളൊരു ശ്രമം ആണ് ഇതുവഴി നടത്തിയത്. അപ്പം ഇതിൽ നമുക്ക് എന്താ പറയുക, മനസ്സിലാക്കി വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു അതായത് എല്ലാ സപ്പോർട്ട് ഫങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എടുത്തു പറയുവാണെങ്കിൽ നമ്മളിപ്പം ഹോസ്പിറ്റൽസിൽ നേഴ്സസ് നോക്കുവാണെങ്കിലോ അല്ലെങ്കിൽ സെക്യൂരിറ്റി സർവീസോ പോലീസോ അതുപോലെ ഏത് സർവീസ് എടുത്താലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവരെക്കാളുമൊക്കെ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഘടകമാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ്. കാരണം അവരുടെ ഡേ ടു ഡേ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഓരോ നിമിഷവും അവർ എടുക്കുന്ന റിസ്ക് അല്ലെങ്കിൽ അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അവരുടെ ജോലിയുടെ പാർട്ടായിട്ടാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. എടുത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ റോഡിലൊരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക? നമ്മൾ കൂടിപ്പോയ ആൾ ഇല്ലെങ്കിലൊക്കെ അറ്റൻഡ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ആൾ കൂടി നിൽക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഉൾപ്പെടെ വരുന്നവർ പാസ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷേ ഇവർ അങ്ങനെയല്ല. ഇവർക്കൊരു ഇതുപോലെ വരുന്ന കേസസാണ് അവർ ഓരോ നിമിഷവും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ ലൈഫ് എടുക്കുവാണെങ്കിലും ഒരു വളരെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് അവർ പോകുന്നത്. ബുദ്ധിമുട്ട് അവർക്ക് കിട്ടുന്ന വേതനമാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു കംഫർട്ട്, അവർക്കൊരു ഇൻഷുറൻസോ അങ്ങനെ ഒരു പ്രൊട്ടക്ഷനോ ഇല്ലാതെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതും വളരെ സന്തോഷത്തോടുകൂടി. ഇതിലൊരുപാട് പരിചയപ്പെട്ട അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ, കുറേ ആൾക്കാരൊക്കെ സർവീസ് ഓറിയൻറ്റഡ് ആണ്. അവർക്ക് കിട്ടുന്ന ചെറിയ സാലറിയിൽ നിന്ന് തന്നെ അവർ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തിനോടൊപ്പം തന്നെ സമൂഹത്തിനൊരു സേവനം ചെയ്യണമെന്ന മനോഭാവത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സിനിടയ്ക്കുണ്ട്. പിന്നെ ഒരു ചെറുതാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊരു ഉപജീവനമായിട്ട് മാത്രമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതിന് പുറമേ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് ഇത് ചെയ്യുന്ന ഒരു സോഷ്യൽ സർവീസായിട്ട് ചെയ്യുന്നതിന് വലിയൊരു വിഭാഗമുണ്ട്. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഇതുവഴി എനിക്ക് കിട്ടിയത്. പൊതുവായിട്ടും ആംബുലൻസിന് ഒന്ന് വണ്ടി കയറി പോകത്തക്ക രീതിക്ക് ഇത്രയും അലാറവും ഹോണും ഒക്കെ അടിച്ച് കയറി വരുന്ന വണ്ടിയാണ്. അതിൽ ഡ്രൈവർമാർക്കും ഒരു സുരക്ഷിതയില്ല, അതിലിരിക്കുന്ന ആളുകൾക്ക് ഒരു സുരക്ഷിതയില്ല. നമ്മൾ അവരങ്ങ് എത്തുമോ എന്ന് പോലും നമുക്ക് പേടിയാണ്. അങ്ങനെ ജീവിക്കുന്നതാണ് നമ്മൾ. ഉറക്കവുമില്ല, ഒന്നുമില്ലാതെയാണ്. നമ്മൾ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊതുവെ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള സേവനം തന്നെയാണ്. പിന്നെ പകുതി കൂടുതലും ഇത് കാശ് മേടിച്ചുള്ള ഓട്ടമാണ്. പിന്നെ മാസത്തിലൊരു തവണ നമ്മൾ ഫ്രീ സർവീസ് നടത്തുന്നുണ്ട്. അതിന് ഇന്ന ദൂരമാണ്, ചെറിയ ദൂരമാണ്, ഇത്തിരി വലിയ ദൂരമാണെന്നൊന്നുമില്ല. എല്ലാ കേസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം കാശിൽ നിന്ന് തന്നെ, പോക്കറ്റിൽ നിന്ന് തന്നെ കാശിറക്കി നമ്മളെല്ലാം നോക്കുന്നുണ്ട്. ചില പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ഈ റോഡ് പണിക്കൊക്കെ പോകുന്ന അവരുടെ വീടുകളിലൊക്കെ പോകുമ്പം എന്തായാലും ഇവിടുന്ന് പോകുമ്പോഴുള്ള ഉള്ള ഇതല്ല, അവിടെ ചെല്ലുമ്പോൾ അവരുടെ വീട് പോലും കാണത്തില്ല. ചെറുപ്പം ടാർപോളിൻ വല്ലതും ഇളുത്ത് കെട്ടിയിട്ടൊക്കെ അതിലേക്ക് അത് കാണുമ്പം തന്നെ പൊതുവെ കാശൊന്നും വാങ്ങിക്കാൻ തോന്നത്തില്ല. നമ്മൾ കയ്യിലുള്ളതും കൂടെ കൊടുത്തിട്ട് വരാനേ നോക്കത്തുള്ളൂ. ഞാൻ ഒരുപാട് ടൈറ്റിൽ ആലോചിച്ചിട്ടാണ് ദി അൺസീൻ ഹീറോസിൽ വന്നത്. അതല്ലാതെ വേറൊരു ടൈറ്റിൽ പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സൂപ്പർമാൻ അല്ലെങ്കിൽ സ്പൈഡർ, നമ്മളെല്ലാവരും സൂപ്പർ ഹീറോസിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതൊരാളിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഒരാളിൻ്റെ മനസ്സിലുള്ള അയാളുടെ ഇമാജിനേഷനിൽ നിന്ന് വന്നൊരു ക്യാരക്ടറാണ്. അതായത് സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു വ്യക്തി, അതൊരു സൂപ്പർ ഹീറോ ആയിട്ട് നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, അത് തന്നെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നു. പക്ഷേ റിയൽ ലൈഫിൽ ഓരോ നിമിഷവും അവരുടെ ലൈഫ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇവർ ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യനെ സേവ് ചെയ്യുന്ന ആൾക്കാരാണ്, മനുഷ്യ ജീവനുകൾ സേവ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ്. അപ്പം ഇവരൊരിക്കലും ഹീറോ ആയിട്ട് ഞാനൊരിടത്തും ചിത്രീകരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇവർ തിരിച്ചറിയപ്പെടാതെ പോകുന്ന താരങ്ങളാണ്. അതിനേക്കാളും ബെറ്റർ ടൈറ്റിൽ ഇതിന് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഇല്ല. അവർ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി, കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചപ്പോഴേ അത് ബ്ലഡിലും ഉണ്ട് ക്യാൻസറാണ്. അപ്പോൾ ഇവിടെ RCCയിൽ ചികിത്സയില്ലായിരുന്നു. അത് വൈപ്പിനാണ്. അതിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 വർഷത്തോളം ആവും. ഇപ്പം അങ്ങനെ എന്നെ വന്ന് വിളിച്ച്, ഇപ്പം ഞാൻ അമൃതയിൽ നിൽക്കുന്ന സമയം എന്നെ വന്ന് വിളിച്ച് ഞാൻ ആ ബോഡി കയറ്റി 1.5 വയസ്സ്, നല്ല സുന്ദരമായ മുഖം. വളരെ നല്ല ഫീഡ്ബാക്സ് ആണ്. ഇപ്പം ആക്ച്വലി 2 സ്ക്രീനിങ്ങേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരെണ്ണം കായംകുളത്തായിരുന്നു. കായംകുളത്ത് ആക്ച്വലി ഒരു ഫെസ്റ്റിവലിൻ്റെ ക്ലോസിംഗ് സെറമണിയിലാണ്, ഒരു കാറ്റഗറിയിലാണ് അത് സ്ക്രീൻ ചെയ്തത്. രണ്ടാമത് ട്രിവാൻഡ്രത്ത് നിള തിയേറ്ററിലാണ്. നിള തിയേറ്ററിൽ ഏകദേശം ഒരു 100-300 പേരടങ്ങുന്ന ഒരു വലിയൊരു മിക്സഡ് ഗ്രൂപ്പിൻ്റെ മുന്നിലാണ് അത് പ്രദർശിപ്പിച്ചത്. രാഷ്ട്രീയ സിനിമാ രംഗത്തുനിന്ന് അതിനോടൊപ്പം തന്നെ വിവിധ നിലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം കിട്ടിയ ഫീഡ്ബാക്കൊക്കെ വളരെ നല്ല ഫീഡ്ബാക്കാണ്.
പിന്നെ അതിനോടൊപ്പം തന്നെ ഇനി കൂടുതൽ സ്ക്രീനിങ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. ഇപ്പം ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസിന് അയച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൊച്ചിയിലും കാലിക്കറ്റിലും ഓരോ സ്ക്രീനിങ്ങിനും ചെയ്യണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എനിക്ക് ഒരു നദിക്കരയിൽ നിന്ന് ഒരു ബോഡി കിട്ടിയായിരുന്നു. ഞാനന്നൊരു പുതുതായിട്ട് അന്ന് ഉപയോഗിച്ചൊരു ഡ്രസ്സ്, അന്ന് ആദ്യമായിട്ട് ഇടുന്ന ഒരു ഡ്രസ്സായിരുന്നു. അത് വിട്ടുകൊണ്ട് നമ്മൾ പോവുമായിരുന്നു. പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ബോഡി എടുത്തപ്പോഴത്തേക്കും എങ്ങനെ പോയിരുന്നാലും ഒരു 10 ദിവസത്തിന് മുകളിൽ പഴക്കം ചെന്നൊരു ബോഡിയായിരുന്നു. അത് വീർത്ത് പൊട്ടാറായ അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. നമ്മളത് എടുത്ത് കയറ്റുന്നതിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായിരുന്ന സ്ട്രക്ചർ താഴെ വീണായിരുന്നു. ബോഡിയുടെ അകത്തുള്ള ചലം ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ദേഹത്ത് തെറിക്കുകയും ഇതെല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ ഇതെല്ലാം പോയി അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ തന്നെ ഏകദേശം 2 ദിവസത്തോളം നമ്മൾ ഡെറ്റോൾ ബാക്കിയുള്ള അതുപോലത്തുള്ള ഈ അണുക്കൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വന്നു. പാഷൻ സിനിമ തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു കുഞ്ഞു പ്രോജക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു. ഇനിയിപ്പം തീർച്ചയായും മുന്നോട്ടും നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇമ്മീഡിയറ്റായിട്ട് ഞാൻ ആക്ച്വലി ഇപ്പോൾ ആഡ്സാണ് കൂടുതലും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം തീർച്ചയായും നമ്മളുടെ അൾട്ടിമേറ്റ് പാഷൻ സിനിമയിലോട്ട് എത്തണമെന്നുള്ള രീതിക്കാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് എറണാകുളത്ത് ട്രാവൽ ചെയ്യാൻ 3 മണിക്കൂർ ആണ് അവർ പറയണത്. ഇവിടെ നിന്ന് എറണാകുളം വരെ ട്രാവൽ ചെയ്യാൻ എത്ര മണിക്കൂറാണ് ചേട്ടൻ പറഞ്ഞാണ്? ചേട്ടൻ്റെ 6.5 മണിക്കൂർ. അപ്പോൾ നമ്മൾ അങ്ങനെ ഏൽപ്പിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി അവിടെ ഇടിച്ച്, ഇവിടെ കല്ലമ്പള്ളിയിൽ ഇവിടെ വണ്ടി ഡിവൈഡറിൽ തട്ടി ഇടിച്ച്. അങ്ങനെ വാർത്തയിലൊക്കെ വന്നായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഈ ഡോക്യുമെൻ്ററിക്ക് പുറകിൽ പ്രവർത്തിച്ച ഒരു ചെറിയ ടീമുണ്ട്. അവരുടെ ഹാർഡ് വർക്കാണ് നമ്മൾ വിഷ്വലി കൂടെ കാണേണ്ടത്. ഇപ്പം ഇതിൻ്റെ ക്യാമറാമാൻ ജി കൃഷ്ണ ഏകദേശം 1 വർഷത്തോളം എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് ആണ് ഇതിൻ്റെ വിഷ്വൽസ് എടുത്തത്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ സന്ദീപ് ഫ്രാഡിയൻ, പിന്നെ മ്യൂസിക് ചെയ്തത് ശ്രീനാഥ് എസ് വിജയ്. ഇതിൻ്റെ സൗണ്ട് ആക്ച്വലി എല്ലാം റീക്രിയേറ്റ് ചെയ്ത സൗണ്ട്സാണ്. ഒറിജിനൽ സൗണ്ട്സ് വളരെ കുറവാണ്, അതെല്ലാം റീക്രിയേറ്റ് ചെയ്തതാണ്. അത് ചെയ്ത് വിജയ് സൂര്യൻ. പിന്നെ ഇതിൻ്റെ സബ്ടൈറ്റിലിംഗ് ചെയ്തിരിക്കുന്ന ആത്മബോധ്. പിന്നെ മീഡിയ പ്രൊമോഷൻ മൺസൂൺ മീഡിയ ആണ് നമ്മൾ മീഡിയ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം ഇങ്ങനൊരു ചെറിയൊരു ടീം ഇതിൻ്റെ പുറകിലുണ്ട്. അവരുടെ എഫേർട്ടാണ് ഇങ്ങനൊരു മൂവിക്ക് കാരണമായത്. അപ്പം വളരെ വളരെ നന്ദിയുണ്ട്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് താങ്ക്സ് ആയിട്ട് പറയുകയാണ്.